എൻ്റെ സുഖതയല്ലേ. ഞാനിവിടുന്ന് പോയില്ല. ഇതെൻ്റെ 3rd ഡേ ആണ് ഇവിടെ. ഇന്ന് നമ്മൾ ആക്ച്വലി ഇറങ്ങുക, വെക്കേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ -4 ആണ് ഗൈസ്. കണ്ടോ, ഫ്രീസായി ലേക്ക് കണ്ടോ. ഓ സീനാണ്. എനിക്ക് പോകാൻ തോന്നുന്നില്ല സത്യം പറയാം. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കുറച്ച് കോസി ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വീട് പ്രത്യേകിച്ച് ഈ ലേക്ക്. ഓ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫ്രീസായിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. നിങ്ങൾ എന്താ പറയുക, ഇന്ന് പക്ഷെ നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, കുറച്ചുകൂടി സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ കണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ പോകുള്ളൂ. എന്തായാലും നമുക്ക് വഴിയിൽ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു, നമുക്കതൊക്കെ കഴിക്കാം. ഇന്ന് നമ്മൾ ഗൈസ് ഇന്നെല്ലാം നമ്മൾ മേടിച്ചതാ പാക്ഡ് ഫുഡ്. പക്ഷെ നമുക്കിന്ന് അപ്പവും സ്റ്റൂവും കള്ളപ്പവും ഇതെന്താ പറയുക, വെജ് കുറുമയാണ്. നമ്മളിത് അവിടുന്ന് വരുമ്പോഴേ മേടിച്ചിട്ട് ചൂടാക്കിയത് എളുപ്പമല്ലേ, കാപ്പി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ അതിൻ്റെ തിരക്കില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി, ഞാനും റെഡിയായി. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എങ്ങനെയുണ്ട്, നല്ലില്ലേ? കുറച്ച് റിച്ചെല്ലാം ആകാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല നല്ല തണുപ്പുണ്ട് പുറത്ത്. -4 ആകുമ്പോഴത്തല്ലേ ഇപ്പോൾ. അപ്പോൾ അതിനുള്ള ഒരു ജാക്കറ്റ് ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി, നമ്മൾ ഇറങ്ങുവാണ്. ഇന്നത്തെ നമ്മളിവിടുത്തെ സ്റ്റേ തീർന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ആൽഗുൻഗിലെല്ലാം പോയി അവിടുത്തെ വിഷ്വൽസൊക്കെ കണ്ട് ഈ രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകുള്ളൂ. നമുക്ക് എന്താ പോകാം. അപ്പം നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായി ഗൈസ്. എന്തായാലും എല്ലാം എടുത്തോ, ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തു, ഒന്നുമില്ല. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ പോയിട്ട് ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പോയതാ. നമ്മള് പോവാണ്, വിഷമമുണ്ടോ? എന്ത് തോന്നുന്നു? നാളെ ജോലിക്ക് പോകണം, അത് മാത്രം. ഓ സാരല്ല, ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ പോലില്ല. നമ്മൾ ഇറങ്ങുക, വീടൊക്കെ പൂട്ടി ലോക്ക് ചെയ്തു. ബൈ ബൈ, വി ആർ ഗോണ മിസ് യു. ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പം ഒരു സ്പോട്ടിൽ നിർത്തി. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനായിരുന്നു. ഇത് രസമുള്ള സ്ഥലമാണ് കണ്ടില്ല. പക്ഷേ എന്താ പറയുക, കുറേ ഇല കഴിഞ്ഞ വീക്കിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ മഴേൻ്റെ ഇതിൽ കുറേ ഇല പൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ചൂട് വരുമ്പോൾ തന്നെ ഇല കുറച്ച് കരിയാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് പോയി. അല്ലെങ്കിൽ നല്ല ഫുൾ മറ്റേ ഗോൾഡ് ഇതാ ഞാൻ പറഞ്ഞത്. അത് കണ്ടില്ലേ, ആ കളറിൽ ഫുൾ ഇരുന്നേനെ. അപ്പം നല്ല രസമായിരിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ. പിന്നെ കാണാനായാലും എന്തൊരു രസമായിരിക്കും അറിയും. പക്ഷേ നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര ബിസിയായി, ക്രൗഡാവും. നമുക്ക് അത്രയും ഒരു പീസ്ഫുള്ളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു എന്തായിരുന്നു ഇതിന്റെ ഫുൾ പേര് പറഞ്ഞേ? എടാ ആൽഫി നീ വാടാ, ഇതിന്റെ ഫുൾ പേര് പറഞ്ഞിട്ട് ഈ ലുക്കൗട്ട് ഏരിയന്റെ ഓക്കെ. ഇതൊരു ടവറാണ്. ഇവിടെ നമുക്ക് ആ ഫുൾ ഏരിയ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളെല്ലാവരും ഇവിടെ പാർക്കിംഗ് ഫീ അല്ല, നമുക്ക് കയറാനുള്ള ഫീ ഉണ്ട് അല്ലേ. നമ്മൾ താഴെ അവിടുന്ന് നടന്നു വരുവാണെങ്കിൽ ഒരാൾക്ക് അത്ര $5 സംതിങ് ഉണ്ട്. അതല്ല
വണ്ടി എടുത്ത് വരികയാണെങ്കിൽ $16. അപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാരുള്ളത് കാരണം അത് ലാഭമല്ലാത്തതുകൊണ്ട് വണ്ടി എടുത്തിട്ടാണ് വന്നത്. ഇവിടെ വണ്ടി നിർത്തി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ ഗൈസ് നമ്മളെ ഇവിടെ ആദ്യം തന്നെ ഒന്ന് മൂത്രേ ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ പോവാ. ഇവിടെ വല്ല സുവനീർ കിട്ടുമോ നോക്കണം. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് മേടിക്കണല്ലോ. അപ്പൊ അതുകൊണ്ടോ ഫ്രം സെപ്റ്റംബർ 20 to ഒക്ടോബർ 26. ഇന്ന് ഒക്ടോബർ. അത് കൊള്ളാലേ, നമുക്ക് ഭാഗ്യമുണ്ട്. ഇതാണ് ആ ലുക്കൗട്ട് ടവർ. നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കയറണം. എന്നിട്ട് ഇവിടെ താഴത്തെ ഫുൾ വ്യൂ നമുക്ക് 360 ഡിഗ്രി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എങ്ങോട്ടാണ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടോ അല്ല അങ്ങോട്ടാണോ ടവർ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി അത് കാണാൻ പോവാന്ന് പറ. ആ സാധനം കാണാൻ പോവാന്ന് പറ. ബൈനോക്കുലർ. ഇവിടെ 2 വലിയ ബൈനോക്കുലർ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് കാണും. എന്താ കാണും നമ്മൾ? അങ്ങോട്ട് ചാടിത്തുള്ളി പോങ്ങോട്ട്. ആ ക്യാമറമാൻ ഇടിച്ചിടുവോ? ഇവനെ ഭയങ്കര ക്യാമറമാനാ. ഓ, ഇങ്ങനെ നമുക്ക് വ്യൂ. പക്ഷെ ഇതിലത്ര വലിയ രസം തോന്നില്ല. ക്യാമറയിൽ വലിയ രസമില്ല, പക്ഷെ നേരിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇതിന്റെ മുകളിൽ കയറുക. എത്ര കയറാനൊന്നും കുറച്ചുണ്ട് കയറാൻ. ഫുള്ള് കയറിട്ട് മുകളിലെത്തിയിട്ട് ബാക്കി കാണാം. ചേച്ചി എങ്ങനെയുണ്ട് അഭിപ്രായം? തണുപ്പുണ്ട്, ശ്വാസം മുട്ടുന്നു. പേടിയാവോ? ഫൈനലി നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പോവാണ് ഗൈസ്. തണുപ്പില്ലാണ്ടോ തോന്നല്ലേ? ഒരു ഭയങ്കര തവണ, പക്ഷെ കിട്ടില്ല വ്യൂ. ഓ, ഇത് കളേഴ്സ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയെങ്കിലും കാണാൻ കിട്ടിയില്ല. സീനല്ലേ? അങ്ങോട്ടേക്ക് കളേഴ്സ് ഉണ്ട്. പിന്നെ ഗൈസ് നമ്മള് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. മുകളിലോട്ട് കയറുമ്പോൾ തണുപ്പ് കൂടുന്നുണ്ട്. പിന്നെ അതിൻ്റെതായ ഒരു ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുണ്ട്. അതല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇപ്പം എല്ലാം ശരിയായി. നമ്മളെല്ലാവരും താഴോട്ട് ഇറങ്ങി. എൻ്റെ മുകളിൽ കയറിയിട്ട് ആ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് തിരക്ക് കൂടുതലാണ്. ഗൈസ്, അപ്പം നമ്മൾ ടവറിന് ഇറങ്ങി വന്ന് നമ്മൾ ഈ ഷോപ്പിനോർ ഷോപ്പിൽ കയറുക. നമുക്കുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഈ ഒരു സ്പോട്ടിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞു. മാഗ്നറ്റ് ഒന്നും എനിക്ക് കിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് കിട്ടി. പക്ഷെ അത് ഡോർ മാഗ്നറ്റ് അല്ല. അവരെന്ത് ചെയ്യുന്നറിയില്ല. അത് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഡോർ മാഗ്നറ്റ് ആക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാൻ അത് പഠിച്ചില്ല. ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഡോർ മാഗ്നറ്റ് ഒക്കെ തീർന്നു പോയി ഗൈസ്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമായിരുന്നു.
ആൽഗോൺക്വിനിൽ എത്തിയില്ല നമ്മൾ. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കടയിൽ കാണുമായിരിക്കും. നോക്കാം നമുക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ട്രെയിൽ കണ്ടു. അങ്ങോട്ടേക്ക് നടക്കാൻ പോവുക. ക്ലിയർ ആൻഡ് ടേർട്ടിൽ ലേക്ക് ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഇതും ആൽഗോൺക്വിൻ പ്രൊവിഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, ഒത്തിരി അങ്ങോട്ട് തണുക്കുന്നില്ല. നേരത്തെ കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. ഗൈസ്, നമ്മളിപ്പം നടന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ നടക്കുന്നു. കാണുന്നുണ്ടെന്നറിയില്ല, നല്ല രസമില്ലേ? എൻ്റെ ചുണ്ടൊക്കെ ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട് തണുപ്പ് കാരണം. പക്ഷെ കൊള്ളാം, നല്ല കിട്ടുന്ന എക്സ്പീരിയൻസ്. എൻ്റെ ഡ്രസ്സിങ് ഈ ഒരു ട്രക്കിങ്ങിന് പറ്റിയ സാധനമല്ല, അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ബട്ട് ഞാൻ ഭയങ്കര അഡ്വെഞ്ചറാണ് പണ്ടേ മുതൽ. അഡ്വെഞ്ചറാണെന്നല്ല. ഗൈസ്, ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഗൈസ് സൂക്ഷിക്കണേ, ഇത് മൊത്തം പൊട്ടിയിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ പണ്ട് മുതൽ അഡ്വെഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രക്കിങ്. കാനഡയിൽ വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിവേ, നമുക്കിനി മുന്നോട്ട് പോയിട്ട് നോക്കാം. നല്ലതായിരുന്നു. കുറച്ച് നടക്കാനുണ്ടല്ലേ, കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അല്ല, നമ്മൾ തിരിച്ചു പോവാ. നമ്മൾ വേറൊരു ട്രെയിലും കൂടെ ഉണ്ട്. അത് പക്ഷേ 6.5 കിലോമീറ്റർ ഉണ്ട്. അറിഞ്ഞോണ്ട് അത്ര ദൂരം പോകാൻ പറ്റുമോ. ഗൈസ്, അങ്ങനെ നമ്മൾ വേറൊരു സ്പോട്ടിലെത്തി. ഇതും വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ ലിംബർ ലോസ്റ്റ് ട്രെയിൽ ഏരിയ ആണ്. ഇവിടെ മെയിനായിട്ട് ട്രെയിൽസാണ് കുറേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, നടക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിനായിട്ട് വരുന്ന ആൾക്കാർക്ക് അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫോൾ കളേഴ്സ് കുറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, ഒത്തിരി ഉള്ളോട്ട് പോകുമ്പം ഫോള് ഇലകളെല്ലാം പൊഴിഞ്ഞു പോയതിൻ്റെ ഒരു ഭംഗിയില്ലായ്മയുണ്ട്. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഇത്. ട്രെയിൽസാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ ട്രെയിൽസിൽ ഇങ്ങനെ കുറേ ട്രക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു ദിവസം അതിനായിട്ട് 1-2 ദിവസം വന്നിട്ട് ഇവിടെ ക്യാമ്പിങ്ങെല്ലാം ഉണ്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിസോർട്ടുണ്ട്, അങ്ങനെയും ചെയ്യാം. നമ്മളെ കംഫർട്ടബിലിറ്റിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി ഫുഡ് കഴിക്കണം. വിശന്ന് തുടങ്ങി, അതിൻ്റെ സിംറ്റംസ് വയറ് കാണിച്ചു തുടങ്ങി.
അപ്പോൾ നമുക്ക് എന്തായാലും ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു ഫുഡ് ട്രക്ക്, ഇവിടെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒന്നും ഇല്ല, അത് കാരണം നമ്മൾ ഈ ഒരു ഫുഡ് ട്രക്ക് നോക്കിയിട്ട് ഇവിടുന്ന് കഴിക്കാമെന്ന് ഓർത്തു, ലൈറ്റായിട്ട് എന്തെങ്കിലും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഭയങ്കര ഓപ്ഷൻസ് കുറവാണ്, പക്ഷെ ഇവിടെ നല്ല റേറ്റിംഗ് ഉണ്ട് ഈ കടയ്ക്ക്, ഇത് ഈ ഫുഡ് ട്രക്കിന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ ഓർത്തു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങുമോ ഇവിടുന്നും ഗൈസ്. ഇനിയിപ്പം നേരെ വീട് പിടിക്കണം, ഒത്തിരി ഇനി വൈകാൻ പറ്റില്ല. നാളെ എല്ലാവർക്കും ജോലിക്ക് പോകണം. രാത്രിക്ക് ഇനിയിപ്പം എങ്ങോട്ടേക്കും പോകുന്നുണ്ടോയെന്ന് അറിയില്ല, വീട്ടിലെത്തിയിട്ട് പ്ലാൻ ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞേ. വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. കാനഡൻ്റെ എന്നല്ല, പുറത്തെ രാജ്യങ്ങളിൽ ഒരുവിധം എല്ലായിടത്തും രാത്രി അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഫുഡ് കിട്ടലൊക്കെ പാടല്ലേ. അപ്പം നമുക്കറിയില്ല എവിടെ നിന്ന് ഇനി ഫുഡ് കിട്ടുമോ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കിയിട്ട് കഴിക്കാം എന്തായാലും പോയിട്ട്. ഇവിടുന്ന് ഇനി പോകേണ്ട ഒരു 3 hours ജേർണി ഉണ്ട്. നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ വീട്ടിലേക്ക് പോവാം അല്ലേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു സ്ഥലം കൂടെ നിർത്തി. ലുക്കൗട്ട് ട്രെയിൽ എന്നും പറഞ്ഞൊരു സ്ഥലത്ത്, ആൽഗോൺകിൻ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സൺസെറ്റ് കിടലായിരിക്കുന്ന വെച്ച് ഇറങ്ങിയതാ, പക്ഷേ അടിപൊളിയാ. നട്ടില്ലേ, കിട്ടില്ല സ്ഥലം ഇതുണ്ടോ ഗൈസ്, കൊള്ളാല്ലേ, നൈസ്. അങ്ങനെ ഈ മനോഹരമായ സൂര്യാസ്തമനത്തോടെ നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. വളരെ അടിപൊളിയായ കുറേ മെമ്മറീസും ഫ്രണ്ട്സിൻ്റെ കൂടെ ചെലവിട്ട കുറേ സമയവും കുറേ നല്ല നല്ല സ്ഥലങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് ഈ ട്രിപ്പിലൂടെ കാണാൻ പറ്റി, അനുഭവിക്കാൻ പറ്റി. ഇത് എപ്പോഴും ഇതുപോലെ തന്നെ നിലനിൽക്കാൻ പറ്റട്ടെ. നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ട്രിപ്പ് വീണ്ടും ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് ഐഷു തിരിച്ചു വരുന്നവരേക്കും ബൈ.